ശ്രീ ജിൻഡോ ജോൺ, നോക്കൂ, ഇപ്പോൾ ഈ ഉന്നയിച്ച വാദം ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഉന്നയിച്ചു. സമരം നടത്തിയാൽ ആ സമരത്തിന്റെ ഭാഗമായ അക്രമം ഉണ്ടായാൽ അതിൽ കേസ് ഉണ്ടാവുക എന്ന് പറയുന്നത് സാധാരണ കാര്യമാണ്. അങ്ങനെ കേസും ജയിലും ഒന്നും നേരിടാൻ ആർജവമില്ലാത്ത ആളുകൾ ഈ പണിക്ക് പോകരുത് എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇപ്പോൾ 20-ാം തീയതിയുടെ വിഷ്വലുകൾ അന്ന് തന്നെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അന്ന് വളരെ ഏകപക്ഷീയമായ നിലയിൽ പോലീസുകാരെ ആക്രമിച്ചു. ആ ദിവസം പോലീസ് അങ്ങോട്ടൊരു ഗ്രനേഡോ അതല്ലെങ്കിൽ ടിയർ ഗ്യാസോ ഒന്നും പ്രയോഗിച്ചിട്ടില്ല. അതൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ടാണ്. പോലീസിന്റെ ഷീൽഡുകളെല്ലാം തല്ലി തകരുന്ന വിധത്തിൽ, സാധാരണ കൊടികെട്ടിയ വടി കൊണ്ടൊക്കെ പോലീസിനെ തല്ലാറുണ്ടെങ്കിൽ ഇത് വലിയ പട്ടിക കഷ്ണം ഉപയോഗിച്ചിട്ടാണ് തല്ലിയത്. വലിയ അക്രമം അവിടെ നടന്നു, അത് വസ്തുതയാണ്. അതിനെല്ലാ തെളിവുകളുണ്ട്. 1. 2, ഈ അക്രമം നടക്കുന്നതിന് മുൻപ് ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവ് മുതൽ അങ്ങോട്ടുള്ള ഓരോ നേതാവും നടത്തുകയും ചെയ്തു. ഈ 2 കാര്യങ്ങൾ വസ്തുതയാണ്. അപ്പോൾ ഇത് ഉണ്ടായി. കോൺഗ്രസ് തീരുമാനിച്ചു തന്നെ, കൊല്ലം വരെ ഞങ്ങൾ തല്ലുകൊണ്ടു, ഇനി തല്ലിയാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ളതൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രഖ്യാപനമായിരുന്നല്ലോ. അങ്ങനെ പ്രഖ്യാപിച്ചൊരു സമരം നടത്തിയാൽ ആ സമരത്തിൽ കേസ് വരുമ്പോൾ അത് നേരിടണ്ടേ? അല്ല അഭിലാഷേ, കേസ് വരുന്നതിന് ഞങ്ങൾ നേരിടാൻ തയ്യാറാണല്ലോ. ഞങ്ങൾക്ക് ഒരു പരാതിയില്ലല്ലോ. കേസെടുത്തതിനല്ല പരാതി, അറസ്റ്റ് ചെയ്തതിലെ അസാധാരണത്വവും അതിലെ ഫാസിസ്റ്റ് രീതികളുമാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇപ്പോൾ സനോജ് തന്നെ അല്പം മുമ്പ് സംസാരിച്ചില്ലേ, സാന്ദ്ര ബോസ് എന്ന് പറഞ്ഞ SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗത്തെ അറസ്റ്റ് ചെയ്തത് ശരിയായ രീതിയിലല്ലെന്ന്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ അല്ലാത്തത്? അപ്പോൾ 2 നിലപാട് പറയുന്നത് ശരിയല്ല. അത് നമ്മൾ അങ്ങനെ പറഞ്ഞാൽ നാട്ടുകാർ അത് വിശ്വസിക്കില്ലല്ലോ. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അക്രമം ആഹ്വാനം ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പോയിന്റ് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ ചെറുപ്പക്കാരുടെ തല ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും കുറുവടി കൊണ്ടും പട്ടിക കൊണ്ടും അടിച്ചു കൊല്ലാൻ നോക്കിയപ്പോൾ ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, ഞാൻ കണ്ടിരുന്നു, നന്നായിരുന്നു, അത് തുടരണം എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ അക്രമത്തിന് ആഹ്വാനം ചെയ്തതിന് ആദ്യം കേസെടുക്കണ്ടേ? അതെന്താ എടുക്കാതിരുന്നത്? ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ ഈ പറഞ്ഞ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ, കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ പോലീസിന്റെ കാക്കിയിട്ടവനും സഫാരി സ്യൂട്ട് ഇട്ടവനും നവകേരള സദസ്സിന്റെ ബനിയറിട്ടവനും ഒക്കെ യൂത്ത് കോൺഗ്രസുകാരെ തല്ലി തലപൊട്ടിച്ചപ്പോൾ അതിന്റെ സ്വാഭാവിക പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് ഇറങ്ങിയത്. അതിൽ ഇത്രത്തോളം അക്രമമാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കേരളമെമ്പാടും സഞ്ചരിക്കുന്ന അക്രമത്തിന് പ്രോത്സാഹിപ്പിച്ച് സഞ്ചരിക്കുന്ന ആഡംബര യാത്ര നടത്തിയ മുഖ്യമന്ത്രിക്ക് എന്ത് കേസെടുക്കാഞ്ഞ്? ഇനി താങ്കൾ പറഞ്ഞത് P ജയരാജനും TV രാജേഷും MM മണിയൊക്കെ ജയിലിൽ പോയിട്ടുണ്ടെന്ന്. ഇവരൊക്കെ കൊലക്കേസിലെ പ്രതികളായിട്ടാണ് ജയിലിൽ പോയത്, കോടതി ഇടപെട്ടിട്ട ജയിലിൽ പോയത് അല്ലേ? അല്ലാണ്ട് സമരം ചെയ്തതിന്റെ പേരിലല്ല. കൊലക്കേസിലെ പ്രതിയാർക്കപ്പെട്ട് ജയിലിൽ പോകാൻ നേരത്ത് ബോധം കെട്ട് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ആംബുലൻസിൽ ബോധം കെട്ട് യാത്ര ചെയ്ത P ജയരാജനെ പോലെയല്ല രാഹുൽ മാങ്കൂട്ടൻ ജയിലിലേക്ക് പോയത്. പോലീസുകാരൻ നടുവിൽ തല നിവർത്തി പിടിച്ചുകൊണ്ടാണ് രാഹുൽ സഞ്ചരിച്ചത് അല്ലേ? ഇനി MM മണി ഒന്നിനെ കുത്തിക്കൊന്നു, ഒന്നിനെ വെട്ടിക്കൊന്നു, ഒന്നിനെ വെടിവെച്ചു കൊന്നു എന്ന് കൊലക്കുറ്റം സ്വയം ഏറ്റെടുത്ത് പ്രസംഗിച്ച MM മണി ജയിലിൽ പോയത് സമരം ചെയ്തതിന്റെ പേരിലാണോ? അല്ലല്ലോ, കൊലക്കേസിന്റെ പേരില്ല. ഇനി നിങ്ങൾ പറയുന്നത് ഈ പൊതുമുതൽ നശിപ്പിച്ചു എന്നൊരു വാക്ക് പറയാനായിട്ട് DYFIക്കോ SFIക്കോ CPM-നോ കേരളത്തിൽ അവകാശമില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ സമര ചരിത്രം പരിശോധിച്ചാൽ ഇത്രത്തോളം പൊതുമുതൽ നശിപ്പിച്ചിട്ടുള്ള പാർട്ടി വേറെയുണ്ടോ? KSRTC ബസ്സും പോലീസും സർക്കാർ ഓഫീസുകളും താരതമ്യമല്ലല്ലോ. നിയമത്തിന് മുൻപിൽ PDPP ആക്ട് അനുസരിച്ച് എന്ത് പൊതുമുതൽ നശീകരണം ഉണ്ടായാലും കേസ് വരും. DYFI മുമ്പ് കൂടുതൽ നശിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കോൺഗ്രസിന് കുറച്ച് നശിപ്പിക്കാമെന്ന ന്യായം നിയമത്തിന് മുമ്പിൽ നിൽക്കില്ല. ഇല്ല അഭിലാഷേ, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. പൊതുമുതൽ നശിപ്പിച്ചു എന്ന വാദം ഇവർ പറഞ്ഞാൽ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് 2.5 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ച ക്രെഡിറ്റിൽപ്പെടുന്ന ശിവൻകുട്ടി എന്ന് പറഞ്ഞ ആളാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിലെ കുട്ടികൾക്ക് മാതൃക കൊടുത്തുകൊണ്ട് ഇപ്പോഴും അദ്ദേഹം ഇരിക്കുക. ആ കേസ് എഴുതി തള്ളണമെന്ന് ആവശ്യപ്പെടുന്ന ഗവൺമെന്റ് കേരളം ഭരിക്കുന്നത്. അവരത്രയും പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് ഞങ്ങളും കുറച്ച് നശിപ്പിക്കാം എന്ന് താങ്കൾ പറഞ്ഞ രീതിയിലുള്ള ഒരു ആക്ഷേപമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു അഭിപ്രായവുമില്ല, അങ്ങനെ ഒരു അവകാശവാദവുമില്ല. പക്ഷേ ആ വാക്ക് ഇവർക്ക് ഉപയോഗിക്കാൻ അവകാശമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായിട്ട് അത്തരത്തിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ ലാത്തി ഒടിഞ്ഞെന്നല്ല ഒരു കേസ്. പോലീസ് യൂത്ത് കോൺഗ്രസ്സുകാരെ തലയടിച്ചു പൊട്ടിക്കുമ്പോൾ ലാത്തി ഒടിഞ്ഞു പോയാൽ അത് പൊതുമുതൽ നശിപ്പിച്ചതായിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിൽ കേസെടുക്കോ? ഇല്ലല്ലോ. ആ പോലീസിന്റെ ലാത്തി ഒടിഞ്ഞതും കേരളത്തിന്റെ നിയമസഭയിലെ സാധന സാമഗ്രികൾ അടിച്ചു തകർത്തതും രണ്ടിനെ ഒരേ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇനി അങ്ങനെ പൊതുമുതൽ നശിപ്പിച്ചതിന്റെ പേരിൽ ജാമ്യമില്ലാത്ത വകുപ്പ് അനുസരിച്ച് നിങ്ങൾ കേസെടുത്തോ, അറസ്റ്റ് ചെയ്തോ, ജയിലിലടച്ചോ, കുഴപ്പമില്ല. പക്ഷെ വെളുപ്പാങ്കാലത്ത് വീട്ടിൽ നിന്ന് അദ്ദേഹം ആശുപത്രി വാസം കഴിഞ്ഞ് വീട്ടിലെത്തി അമ്മയെയും സഹോദരിയും കണ്ട് വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ വെളുപ്പാങ്കാലത്ത് അറസ്റ്റ് ചെയ്യുന്നത് മനുഷ്യത്വ വിരുദ്ധമാണെന്ന് ഞങ്ങൾ പറഞ്ഞതല്ല, സാന്ദ്ര ബോസിന്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ കാര്യമാണ്. അതെന്തുകൊണ്ട് രാഹുലിന് ആപ്ലിക്കബിൾ ആകാത്തത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ഇതേ പൊതുമുതൽ നശിപ്പിച്ച കാര്യം ചാലക്കുടിയിൽ പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറി നിന്ന് പോലീസ് ജീപ്പ് അടിച്ചു പൊളിച്ച പുല്ലനെ ജീപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയ ഏരിയ സെക്രട്ടറിക്ക് ബാധകമല്ലേ?
സരോജ് അതിൽ പറഞ്ഞേ, ആ ഏരിയ സെക്രട്ടറി നിങ്ങൾ അറസ്റ്റ് ചെയ്തോ? നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർക്ക് ഇതൊന്നും ബാധകമല്ല. ഇനി കേസെടുത്തതിന്റെ പേരിലാണെങ്കിൽ, ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസെടുത്തതിന്റെ പേരിലാണെങ്കിൽ, മുഖ്യമന്ത്രിയുടെ അപ്പുറവും ഇപ്പുറവും യാത്ര ചെയ്യുന്ന നരാധമന്മാരായിട്ടുള്ള ആ ഗൺമാന്മാർക്കെതിരെ കേസെടുത്തിട്ടുണ്ടല്ലോ. അവരെ മാറ്റി നിർത്താനോ അവരെ ജയിലിലടക്കാനോ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? അപ്പം നിങ്ങളുടെ പാർട്ടിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളുകളെയൊക്കെ നിങ്ങൾ ആർഷോയുടെ മുണ്ടഴിഞ്ഞു പോകാതെ സംരക്ഷിച്ചു കൊണ്ടുപോയാലേ, സംരക്ഷിച്ച് കൂടാരത്തിൽ കൂട്ടിപ്പിടിച്ച് സംരക്ഷിച്ചു കൊണ്ടുപോകും. യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണെങ്കിൽ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകും. ഇതിനെയാണ് ഞങ്ങൾ ഫാസിസ്റ്റ് നടപടി എന്ന് പറഞ്ഞത്. ഡൽഹിയിൽ മോദി ചെയ്യുന്നത് തന്നെയാണ് കേരളത്തിൽ പിണറായി ചെയ്യുന്നത്. കേരളത്തിലെ പിണറായി വിജയൻ ഡൽഹിയിലെ മോദിയോട് മത്സരിക്കുകയാണ്. ഏറ്റവും മികച്ച ഫാസിസ്റ്റ് ആരാണെന്നുള്ള കാര്യത്തിലാണ് മത്സരം നടക്കുന്നത്.